നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസികൾ സ്വന്തം നാടുകളിലേക്ക് അയക്കുന്ന സാധനങ്ങൾ കാർഗോ ഏജൻസികളുടെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്നുവെന്ന് ആരോപണം. ലക്ഷക്കണക്കിന് കിലോ സാധനങ്ങളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതെന്നും ഇവ കരിഞ്ചന്തയിൽ മറിച്ചുവിറ്റ് പ്രവാസികളെ വഞ്ചിക്കുകയാണെന്ന് ഇന്ത്യൻ ഡോർ ടു ഡോർ അസോസിയേഷൻ ഭാരവാഹികൾ റിയാദിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അംഗീകൃത സ്ഥാപനങ്ങളില്ലാത്ത വ്യക്തികളും അനധികൃത ഏജൻസികളും മിനി പിക്കപ്പ് വാൻ, നെയിം കാർഡ്, സ്റ്റിക്കർ, ബിൽ എന്നിവ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് ഡോർ ടു ഡോർ അയക്കാമെന്ന് വാഗ്ദാനം നൽകി സാധനങ്ങൾ ശേഖരിക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി. ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന 10 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഉമ്മൽ ഖുവൈലിലാണ് ദാരുണ സംഭവം. വ്യാഴാഴ്ച രാത്രി 10-ന് കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ് അപകടമുണ്ടായത്. റോഡിലൂടെ ഈ സ്കൂട്ടർ ഓടിക്കുകയായിരുന്ന കുട്ടിയെ കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു. യുഎഇയിൽ ഈ ആഴ്ച അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നും പലയിടത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും ദുബായ് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുവിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കാലാവസ്ഥാ മാറ്റങ്ങൾ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർശന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ ആഴ്ചയിൽ വൈകുന്നേരം കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. ബഹ്റൈനിൽ മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയും കടത്താൻ ശ്രമിക്കുകയും ചെയ്ത 15 പേരെ അറസ്റ്റ് ചെയ്തു. 29 കിലോഗ്രാം മയക്കുമരുന്നാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസിലെ മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗം, കസ്റ്റംസ് അഫയേഴ്സ്, എയർ കാർഗോ വിഭാഗങ്ങളുമായി സഹകരിച്ച് നടത്തിയ വിവിധ ഓപ്പറേഷനുകളിലാണ് ഇവർ പിടിയിലായത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിൽ. നിക്ഷേപകരുടെ വികാരത്തെ തളർത്തിയ തുടർച്ചയായ നഷ്ടമാണ് ഇതിന് കാരണം. നിലവിൽ UAE ദിർഹമിനെതിരെ 1 രൂപയ്ക്ക് 24.6 എന്ന നിരക്കിലാണ് വിനിമയം നടക്കുന്നത്. സമീപ ആഴ്ചകളിൽ കണ്ട ഇടിവിലെ ഏറ്റവും വലിയ താഴ്ചയാണിത്. അബുദാബിയിലെ ഔക്കഫ് പ്രവർത്തനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച് ഇന്ത്യൻ പ്രവാസി വ്യവസായിയായ ഷെയ്ഖ് ഷക്കീലിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആദരിച്ചു. സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നൽകിയ മികച്ച പിന്തുണയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് ഷെയ്ഖ് ഷക്കീലിനെ അദ്ദേഹം ആദരിച്ചത്. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഏരിയ കോഡ് ബോർഡിൽ വ്യാജ QR കോഡ് പതിവിച്ച് പണം തട്ടിയെടുക്കുന്നതായി RTIയുടെ മുന്നറിയിപ്പ്. QR കോഡ് സ്കാൻ ചെയ്ത് പണം അടച്ചവർക്ക് പാർക്കിംഗ് ഫൈൻ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാർക്കിംഗ് QR കോഡുകളിൽ തട്ടിപ്പുകൾ നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിൽ അടുത്ത ജനുവരി മുതൽ പ്രവാസികൾക്ക് ഭൂമി സ്വന്തമാക്കാൻ അനുമതി നൽകിക്കൊണ്ട് പുതിയ നിയമം നിലവിൽ വരും. റെസിഡൻഷ്യൽ, വാണിജ്യ, വ്യാവസായിക, കാർഷിക മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ തുറക്കുന്നതാണ് പുതിയ നീക്കം. 4 പ്രധാന നഗരങ്ങളിൽ താമസ ആവശ്യങ്ങൾക്കുള്ള ഉടമസ്ഥാവകാശം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മക്ക, മദീന, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലാണിത്. നിയമലംഘനങ്ങൾക്ക് 10 ദശലക്ഷം സൗദി റിയാൽ വരെ പിഴ ചുമത്താനും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കോടതി ഉത്തരവിലൂടെ പ്രോപ്പർട്ടി വിൽക്കാനും സാധ്യതയുണ്ട്. UAEയുടെ പ്രമുഖ പരിസ്ഥിതി സംരംഭമായ ക്ലീൻ UAE 2025 ക്യാമ്പയിനിൽ 90,000-ലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തു. എമിറേറ്റ്സ് എൻവയോൺമെന്റൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ പരിപാടി രാജ്യത്തുടനീളമുള്ള മരുഭൂമി പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ചു. വിദ്യാർത്ഥികൾ, കോർപ്പറേറ്റ് ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ, സാധാരണ പൗരന്മാർ എന്നിവരടക്കം 90,000-ലധികം പേർ ഈ ദേശീയ ക്യാമ്പയിൻ്റെ 24ാമത് എഡിഷനിൽ പങ്കെടുത്തു. സൗദിയിൽ ഒരാഴ്ചക്കിടെ വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ട വ്യത്യസ്ത രാജ്യക്കാരായ 12,365 പ്രവാസികളെ നാടുകടത്തി. നിയമം ലംഘിച്ച് മുൻകാലങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെ മൊത്തം 21,803 പേരുടെ യാത്രാരേഖകൾ നിയമാനുസൃതമാക്കാൻ എംബസികളോട് ആവശ്യപ്പെട്ടു. ഇവ ലഭ്യമാകുന്നതനുസരിച്ച് ഇവരെയും നാടുകടത്തും. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.